ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി TN സരസുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിൽ. ഗ്രാമീണ മേഖലകളിലെത്തി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. നെന്മാറ പഴയ ഗ്രാമത്താണ് NDA സ്ഥാനാർത്ഥി TN സരസു ഞായറാഴ്ച എത്തിയത്. ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ തൊഴുത് പ്രചരണം തുടങ്ങി. കാത്തുനിന്ന പ്രവർത്തകരുടെ ഇടയിലേക്കെത്തിയ സരസുവിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഷാളുകളണിയിച്ചും മാലയിട്ടും ഗ്രാമത്തിലേക്ക് സ്വീകരിച്ചു. എല്ലാവർക്കും നല്ല ചിരി സമ്മാനിച്ച് വോട്ടഭ്യർത്ഥനയും നടത്തി. എനിക്കറിയാം, നിങ്ങളോടൊന്നും ഞാൻ വോട്ട് ചോദിക്കാനൊന്നും പോകുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും എൻ്റെ ആൾക്കാരാണെന്നും എനിക്ക് വോട്ട് ചെയ്യുന്നവരാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യത്തിന് ഇല്ല. പക്ഷേ നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് നമുക്ക് സംശയമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ നമ്മുടെ ചുറ്റുവട്ടത്ത്. അവരോട്, അതായത് മറ്റു പാർട്ടിയിലെ ആൾക്കാരോട് നമ്മൾ ഒന്ന് കാര്യം പറഞ്ഞ് അവരെ മനസ്സിലാക്കുക. കാരണം എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്ന മറ്റ് 2 സ്ഥാനാർത്ഥികൾ, അവർക്കൊക്കെ നമ്മൾ ഒരുപാട് അവസരം കൊടുത്തിട്ടുള്ളതാണ്. ഒരാൾ ഇപ്പോൾ ഇവിടുത്തെ സിറ്റിംഗ് MP ആണ്, ഒരാൾ മന്ത്രിയാണ്. ആ മന്ത്രിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെയുള്ള മന്ത്രിസ്ഥാനങ്ങൾ പലതും കിട്ടിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അവരൊക്കെ പക്ഷേ നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ആലത്തൂർ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒരു ചെറുവല്ല അനക്കിയിട്ടില്ല ഇതുവരെ. അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരൊക്കെ ഭരിച്ച് ഈ കേരളത്തിനെ കടക്കിണിയിലാക്കി നരക ജീവിതമാണ് ഇവിടുത്തെ പല സാധാരണക്കാരുടെ ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഈ നാട്ടുകാരെ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ജയിപ്പിച്ച് വിട്ടിട്ട് ഒന്നും നമുക്ക് കിട്ടാനില്ല. BJP മണ്ഡലം പ്രസിഡന്റ് ഷിബു, വാർഡ് മെമ്പർ ജയശ്രീ, സുബജ, AN അനുരാഗ്, CR ദാസ് എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് ചെറിയൊരു പ്രസംഗവും TN സരസു നടത്തി. തന്റെ ജീവിതാനുഭവങ്ങളും മണ്ഡലത്തിന്റെ അവസ്ഥയും രാജ്യത്തിന്റെ പുരോഗതിയുമെല്ലാം സംസാരിച്ച ശേഷമാണ് പഴയ ഗ്രാമത്ത് നിന്ന് യാത്ര തിരിച്ചത്. പിന്നെ അടുത്ത കേന്ദ്രമായ പലശനയിലേക്ക്. UTV ന്യൂസ്, പാലക്കാട്.